ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 10ാമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിലെ സമഗ്രമായ മാസഫലത്തിലേക്ക് സ്വാഗതം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. മകരം രാശിയുടെ രാശിയധിപൻ ശനിദേവാണ്. ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിന്റെ 1, 2 പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ ഉൾപ്പെടുന്നത്. സെപ്റ്റംബർ മാസം മകരം രാശിക്കാർക്ക് കഴിവുകളും പരിശ്രമവും ഉപയോഗിച്ച് മുന്നേറാൻ കഴിയുന്ന, അതോടൊപ്പം ചില കാര്യങ്ങളിൽ ക്ഷമയും സൂക്ഷ്മതയും ആവശ്യമായ ഒരു മാസമാണ്. ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹനില ഏതാണെന്ന് നോക്കാം. രാശി അധിപനായ ശനി 3ാം ഭാവത്തിൽ, 2ൽ രാഹു, 6ൽ ചൊവ്വ, 7ൽ വ്യാഴം, 8ൽ സൂര്യൻ, കേതു, ബുധനും 9ൽ ശുക്രനുമാണ്. കൂടാതെ സെപ്റ്റംബർ 3-ന് ശുക്രന്റെ രാശി പരിവർത്തനം, 7 സെപ്റ്റംബറിന് ബുധന്റെ, അതുപോലെ തന്നെ 17 സെപ്റ്റംബറിന് സൂര്യൻ 9ാം ഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ചൊവ്വ 19 സെപ്റ്റംബറിന് നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഗ്രഹനിലകൾ അനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും? 7 സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഷോൾഡർ പെയിൻ ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. കൂടാതെ 8ാം ഭാവത്തിലെ ഗ്രഹസ്വാധീനം നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ, ക്ഷീണം, ഉറക്കക്കുറവ്, ഉദര സംബന്ധമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത. അത് ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നും വരില്ല, അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. മെഡിക്കൽ സ്റ്റോറിൽ ഏതായാലും പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കാം. ശനി 3ാം ഭാവത്തിൽ ഉള്ളതിനാൽ കൂടുതൽ അമിതമായിട്ടുള്ള ജോലി, ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കണം. തീർച്ചയായും ജീവിതശൈലി, നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ജീവിതശൈലി തന്നെ തുടങ്ങുക. സമയത്ത് ഭക്ഷണം കഴിക്കുക, മതിയായ ഉറക്കം ഉറപ്പുവരുത്തുക, ദിവസവും ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്യുന്നത് ശീലമാക്കുക. എഡ്യൂക്കേഷൻ, വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗത്തെ കോൺസെൻട്രേഷൻ കുറയുകയോ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ സമയമെടുക്കുകയോ ചെയ്യാം. എന്നാൽ സെപ്റ്റംബർ 7-ന് ശേഷം ബുധൻ 9ാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനും, അതുപോലെ തന്നെ നിങ്ങളുടെ നോളജൊക്കെ കൂടുന്നതിനും, കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നതിനും ഇവയ്ക്കുള്ള അനുകൂല സമയം തന്നെയാണ്. കൂടാതെ വിദേശ പഠനത്തിനും ഹയർ എഡ്യൂക്കേഷനും പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ഒരു നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമം ചെയ്യുകയാണെങ്കിൽ നല്ല